നമസ്കാരം. ബീഗ് ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഞങ്ങൾക്ക് 2 ദിവസം 30 ലിറ്റർ ഇറങ്ങിയപ്പോൾ നമ്മുടെ അമ്മ പ്രസവിച്ചിട്ടുണ്ടെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വേറൊരെണ്ണം പ്രസവിക്കാറായി കിടപ്പുണ്ടെന്നുള്ളതായിരുന്നു. ബെല്ല അമ്മും കുട്ടികളൊക്കെ ഉഷാറായിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞമ്മതേ പാല് കൊടുത്തുകൊണ്ടിരിക്കുക, കുട്ടികൾക്കൊക്കെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ബെല്ല പ്രസവിച്ചിട്ടുണ്ട്. ബെല്ല പുറത്തേക്ക് പോയേക്കൾ കുട്ടികൾ 6 പപ്പീസ് ഇട്ടാണ്. 7 ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ലാസ്റ്റ് വന്ന് ഭയങ്കര ചെറിയൊരു കുട്ടിയായിരുന്നു. ഇതിലിപ്പോൾ 4 മെയിലും 2 ഫീമെയിലും. കുട്ടികൾക്ക് നല്ല അടിപൊളി പപ്പീസാട്ടോ. നല്ല മാർക്കിങ്ങുള്ള കുട്ടികളാണ്. നല്ല മാർക്കിങ്ങുള്ള പപ്പീസാണ്. മുഖത്തൊക്കെ നല്ല വൈറ്റുള്ളതായിട്ട് അടിപൊളി പപ്പീസാണ്. ഇത് നമ്മുടെ ടൈസൻ്റെ കുട്ടി തന്നെയാണ് കേട്ടോ. കുട്ടികളൊക്കെ നല്ല അടിപൊളി പപ്പീസുകളാണ്. നല്ല ഹെൽത്തിയാണ് പപ്പീസൊക്കെ. അടിപൊളി നീന്തി കളിക്കാണ്ട് കുട്ടികളൊക്കെ കിടന്നിട്ട്. ഇപ്പോൾ പാല് കുടിച്ച് പിന്നെ ബെല്ല പുറത്തേക്ക് പോയേക്കാണ് ആൾ. ബെല്ല പുറത്ത് പോയി ഒന്ന് ഇന്നലത്തെ പ്രസവം കഴിഞ്ഞല്ല. അപ്പം മുമ്പിൽ എല്ലാവരും കുട്ടികളൊക്കെ ഒന്ന് കാണാൻ പോയേക്കുക. അപ്പോൾ വലിയ ആളുണ്ട്. കുട്ടികളൊക്കെ നീന്തി കളിക്കുക അമ്മേനെ കാണാനായിട്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പ്രസവമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈസി ആയിട്ട് എല്ലാവരും അവളെ സംബന്ധിച്ച് ഇപ്പോൾ അവൾ ഓൾറെഡി ഒരു 4-ാമത്തെ ലിറ്ററാണ് തോന്നുന്നത് അവളുടെ. അത് കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ആൾക്ക്. ഈസി ആയിട്ട് പ്രസവം കഴിഞ്ഞു. ഇനി നമ്മുടെ അപ്പുറത്തെ ബെല്ലേൻ്റെ കുട്ടികളെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഇടുത്തച്ച പോലെ കയറി വരുന്നുണ്ട്. നമ്മുടെ ബെല്ലയുടെ ഞാൻ കാട്ടിത്തരാം. അപ്പുറത്ത് ബെല്ല റൗണ്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ നോക്കാനായിട്ട്. ഒന്ന് ബെല്ല നല്ല മാർക്കിങ്ങുള്ള കുട്ടിയാട്ടോ. ബെല്ല നേരെ നല്ല മാർക്കിങ്ങുള്ള കുട്ടിയാണ്. ബെല്ലയുടെ പ്രത്യേകത അല്ലേ, ബെല്ലയുടെ ഒരു 3 തലമുറ എൻ്റെ കയ്യിൽ നടന്നു. നല്ല പപ്പീസുകൾ എണ്ണ നന്നായി വീഴ്ത്തുന്നതാണ്. അവളുടെ അമ്മയുടെ അമ്മയൊക്കെ എൻ്റെ കയ്യിൽ നടന്നത് തന്നെയാണ്. റൂബി എന്നൊക്കെ പറഞ്ഞൊരു പെട്ടീൻ്റെ നടന്നു. അവളുടെ ഒരു ലൈൻസൊക്കെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളതാണ്. നല്ല എണ്ണം വീഴുന്നതാണ് ഇവളുടെ ആ ഒരു ലൈനേജിൽ. നല്ല അടിപൊളി ഒരു പപ്പീസിനെ നോക്കുകയും ചെയ്യുന്നുണ്ട് അവർ ബെല്ലയ്ക്ക്. നല്ല ബ്രീഡിങ്ങും താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ലൈനേജാണ് അവളുടെയൊക്കെ. നല്ല എണ്ണം കൂടുതലായിരിക്കും. നല്ല മാർക്കിങ്ങുള്ള കുട്ടികളൊക്കെ ഇറക്കണ അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഓരോരുത്തരൊക്കെ അവരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇവരൊക്കെ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ കാട്ടിത്തരാം. ഇപ്പുറത്ത് നമ്മുടെ അമ്മു കിടക്കണം. അമ്മ പാലും കൊടുത്ത് കിടക്കേണ്ട കൂട്ടണം. അമ്മൻ്റെ കുട്ടികളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം നല്ല കിടുക്കാച്ചിയായിട്ട് കിടക്കണം. അമ്മൻ്റെ കുട്ടികളൊക്കെ നല്ല മെയിൽ കുട്ടിയാട്ടോ. അമ്മൻ്റെ ഇടത്തച്ച പോലെ തന്നെ വരുന്ന അമ്മൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഓഫീസാണ്. പാലും കൊടുത്ത് നമ്മൾ പിന്നെ മദറിൻ്റെ ഒപ്പം തന്നെ ഇടുന്ന കാരണം കൊണ്ടേ അവർക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ പാലിങ്ങനെ കുടിക്കാം. പിന്നെ പാലുണ്ടാവാനായിട്ട് മദറിന് പാലുണ്ടാവാനായിട്ട് ഒരു മിൽക്ക് പൗഡർ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാട്ടോ. ബ്രീഡേഴ്സിനൊക്കെ വേണമെങ്കിൽ താല്പര്യമാണെങ്കിൽ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാലില്ലെങ്കിലൊക്കെ നന്നായിട്ട് മദറിന് പാലുണ്ടാവും. കാട്ടിത്തരാം ഫോട്ടോ അതിൽ ഞാൻ ഏഡ് ചെയ്ത് തരാം. നല്ല റിസൾട്ടാണ്. നമ്മൾ ഡെയിലി ഒരു 10 കിലോന് മുകളിലേക്കുള്ള ഡോഗൊക്കെ ആണെങ്കിൽ 2 പാക്കറ്റ് കൊടുക്കും. 10 കിലോ താഴെയുള്ളവരൊക്കെ ആണെങ്കിൽ 1 പാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അവരൊക്കെ നോക്കിയാൽ നല്ല മാർക്കിങ്ങുള്ള കുട്ടിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി കുട്ടിയാണ്. കുടിച്ചോ. അത് നല്ല അടിപൊളി കെയർ ചെയ്യും കുട്ടീനൊക്കെ. ഒരു കുറച്ച് നേരം മാറി കിടന്ന് അപ്പം തന്നെ വന്ന് കിടന്ന് കൊടുക്കും പാൽ കുടിക്കാനായിട്ട്. നല്ല അടിപൊളിയായി കുടിക്കുന്ന ഈ കുട്ടികളൊക്കെ. ആ പൗഡർ കൊടുത്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഇഷ്ടം പോലെ പാലാണ് കുട്ടികൾ കുടിക്കാനായിട്ട്. പിന്നെ ഇവിടെ നന്നായിട്ട് ഫുഡ് കഴിക്കും. ഇവൾക്ക് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ബെല്ല അത്ര വലിയ ഫുഡ് കഴിക്കൽ കുറവാണ്. അപ്പുറത്തുള്ളവർ ഇവിടെ നന്നായി ഫുഡ് കഴിച്ചോളൂ. ഞാൻ ആ പൗഡറിൻ്റെ അത് ഞാൻ കാട്ടിത്തരാട്ടെ. അതിൽ ബെസ്റ്റ് സാധനം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളിവിടെ മിൽക്ക് ഉണ്ടാവാനായിട്ട് മദറിന് കൊടുക്കുന്നത്. നല്ല റിസൾട്ട് കേട്ടോ. അടിപൊളി സാധനം. 10 കിലോന് താഴെ ഡോഗിനൊക്കെ 1 പാക്കറ്റ് പാലിലേക്ക് ഇട്ട് കൊടുത്താലേ അത് കഴിച്ചോളൂ. നന്നായിട്ട് പാലുണ്ടാവുന്നതുകൊണ്ട് 59 രൂപ മറ്റും വില വരുന്നുണ്ട് ഇതിന്. പക്ഷേ നല്ല റിസൾട്ടാണ്. ഇതപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാലുണ്ടാവാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് നന്നായി പാലുണ്ട്. ഞാൻ ഇവിടേക്കൊക്കെ ഒരു 10 കിലോന് മേലെ ഉണ്ട്. ഇവിടേക്കൊക്കെ ഞാൻ 2 പാക്കറ്റ് വെച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് പാലുണ്ട്.
ഇതിൻ്റെ അപ്പുറത്ത് ബെല്ലൊക്കെ എടുക്കണം. ആ കല്ല് വെച്ച് തിരിച്ചുള്ളതന്നെയല്ലേ കുട്ടികൾ പുറത്തേക്ക് നീന്തി പോകാണ്ടിരിക്കാനായിട്ടേ അവിടെ അങ്ങനെ വിരിച്ചിട്ട് കൊടുത്തുള്ളതാണ്. അപ്പോൾ അതിനുള്ളിൽ കറക്റ്റ് കിടന്നോളും. പിന്നെ അതിന് മുകളിൽ ബൾബും ഉണ്ട്. അപ്പോൾ പിന്നെ ചൂട് കിട്ടാനൊക്കെ കറക്റ്റാണ്. 2 ഡെലിവറി റൂമിൽ ഇപ്പോൾ ആൾക്കാരെ അവിടെ പാല് കൊടുത്തിട്ട് നീങ്ങി കിടന്നോട്ടാ. അവിടെ ആ ഒരു കല്ലുകൾ വെച്ചുള്ളത് കറക്റ്റായിട്ട് അവിടെ ആ കുട്ടികളെ ഉള്ളിൽ കിടന്നോളൂ, പുറത്തേക്ക് പോവില്ല. പക്ഷേ ഇവള് അമ്മു കറക്റ്റ് കുട്ടികൾ പുറത്ത് പോയാലൊക്കെ എടുത്ത് കടിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഇടുണ്ടാവും. എന്നിട്ട് പാല് കൊടുത്തോളൂ. പാല് കുടിച്ച് കഴിഞ്ഞപ്പോൾ നീന്തി കളിക്കുക. ഇപ്പോൾ പിന്നെ ബൾബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ഓൾറെഡി നല്ല ചൂടാണല്ലോ ഇപ്പോൾ. അത് കാരണം കൊണ്ട് ബൾബ് ഇടേണ്ട ആവശ്യമില്ല. കുട്ടികളൊക്കെ ഞാൻ ഒന്നൊരു വേണമെങ്കിൽ കാട്ടിത്തരാട്ടെ. നല്ല കുട്ടികൾ നോക്കി മുഖത്തൊക്കെ വെള്ളമായിട്ടാണ്. അപ്പോൾ പാല് കുടിച്ചിട്ട് അവിടെ വെള്ളരെ കിടന്നിട്ട് പോയി കിടന്നിട്ട് ഇതിൽ 8 കുട്ടീനെ നടന്നിട്ട് ഒരെണ്ണം ഇവിടെ കയറി കിടന്നിട്ടേ അറിയാണ്ട് പാവം ഒരെണ്ണം ഡെഡായി. ഒരു മേലുകുട്ടി പോയി. ബാക്കിയുള്ളവരൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇത്രത്തോളം ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. പ്രസവിച്ചൊരു 4-5 ദിവസം ശരിക്കും ശ്രദ്ധിക്കണം. അതിനിടയിൽ എങ്ങനെ കയറി കിടന്നാൽ പണിയാണ്. ഉള്ളത് അപ്പുറത്ത് നിന്ന് ആൾ സുഖമായിട്ട് അവിടെ കിടന്നു. കാലത്തെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ ആൾ പാല് മറ്റേ പൊടി ഇട്ടിട്ട് പാലും കൊടുത്തു. അതും കഴിച്ച് ആൾ കിടന്നിന്. വൈകിട്ടും പാല് കുറവാണെങ്കിൽ കൊടുക്കും. പക്ഷേ പാലുണ്ട്, നന്നായിട്ട് പാലുണ്ട്. എല്ലാ കിടക്കെ നോക്കി നന്നായിട്ട് പാലുണ്ട്. റെഡി. ഇത് നമ്മുടെ ഇവിടെ ഈ പ്രസവ റൂമിൻ്റെ അവിടെ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മറ്റേ ആയിരം ചാക്കിൻ്റെ ഒരു പ്ലാവ് വെച്ചിട്ടാണ് നന്നായി ചക്കിൻ്റെ ഉണ്ടാവും. നമുക്ക് എന്തോരം ചക്കിൻ്റെയൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ ചെറുതായപ്പോൾ വീണ്ടും ഇട്ട് തുടങ്ങി. ഇതിപ്പോൾ നോക്കി അടിയിലൊക്കെ. പക്ഷേ അടിയിലുണ്ടായി എന്താ കുഴപ്പം തന്നെ. ഇവന്മാരോട് അഴിച്ചിടുമ്പോഴേ ഇവന്മാർ ഇതൊക്കെ കടിച്ച് നാശാക്കും. അല്ല ഇതൊക്കെ തൊട്ടടിയിലാണ് നിൽക്കണേ. ഇതൊക്കെ ഇപ്പോൾ ഒരു നാശാക്കും കടിച്ചിട്ട്. അടിയിലത്തെ ഒന്നും കിട്ടില്ല. മേലേക്കുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ കിട്ടും. മേലേക്കൊക്കെ നിറച്ചായിരുന്നു. ഇത് വീണ്ടും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റിമ്പുട്ടാനൊക്കെ ഇപ്പോൾ കാച്ച് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് പൂത്തുണ്ട് റിമ്പുട്ടാനൊക്കെ. തണലിന് വേണ്ടി വെച്ചോടത് ഇവിടെ. പക്ഷേ നമുക്കിപ്പോൾ അത്യാവശ്യം കഴിഞ്ഞ സീസണിലൊക്കെ ഇഷ്ടം പോലെ റിമ്പുട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 3 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ വെച്ചിട്ടത്. 3 കൊല്ലം കഷ്ടിയായിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ റിമ്പുട്ടാൻ ഇവിടെ പൂത്തു ചെറുത്. അപ്പുറത്തെ മേലൊക്കെ ചെറുതായിട്ട് കായ് ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തെ മേലൊക്കെ നമ്മുടെ റൂബിയും കാസ്പറും ഇരിക്കുന്നുണ്ട് കേട്ടോ. റൂബീനെ മാറ്റ് ചെയ്തിട്ടേക്കാണ്. ദയവായിട്ട് വരുന്ന റൂബി ഫുഡ് എടുക്കൽ ഇത്തിരി കുറച്ചുണ്ട്. കാസ്പറ കഴിക്കുന്നത്. റൂബിക്ക് ചന പിടിച്ചിട്ട് പോകുന്നൊരു സംശയമുണ്ട്. അമ്മു അതിനിടയ്ക്കൊന്ന് കാര്യം അന്വേഷിക്കാൻ വന്നതാണ്. ഇതാ പോണോ വീട്ടിലേക്ക്. നമ്മുടെ ഒരു വിഷുവിൻ്റെ അന്ന് ലിട്ടിറങ്ങിയ ജാക്ക് റസൽ അവിടെ കിടന്ന് ചാടുന്നുണ്ട് കേട്ടോ. അതിലൊരു 2 പപ്പിനാണ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടികളെ എടുക്കേണ്ട ആളാണ്. അവൻ്റെ മൂപ്പര് സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കുട്ടി പറഞ്ഞുണ്ട് അതിൽ. അത് സെപ്പറേറ്റ് ഞാൻ വീഡിയോ ഒന്ന് ചെയ്തുതരാം. അപ്പോൾ ഇന്നത്തെ ഇത്ര വരെയുള്ള പരിപാടികളൊക്കെ പണി കഴിഞ്ഞപ്പോൾ ഇരിക്കുന്ന സമയത്തൊരു വീഡിയോ എടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അമ്മോ നമ്മുടെ സ്മെല്ല് ചെയ്ത് നടക്കുക. അപ്പോൾ നല്ല ക്ഷീണമായി തുടങ്ങി. കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതുണ്ട് ആൾക്ക്. ഫുഡൊക്കെ കൊടുത്തൊന്ന് സൈസാക്കി എടുക്കണം. അമ്മ കുടിയേറി പറഞ്ഞാൽ കറക്റ്റ് കേൾക്കുകളൊക്കെ. നല്ല അനുസരണമുള്ള ഫീമെയിലാണ്. രണ്ടാൾ അഴിച്ചിട്ട് നേരെ പോയി ഇനി ഒന്നുകൂടെയൊക്കെ നോക്കി ചിലപ്പോൾ മാറി ഫുഡ് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിക്കാനുള്ള പരിപാടിയിലാണ്. ബെല്ലാം അപ്പുറത്ത് മാറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കി എടുത്തോ കേട്ടോ.